السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫിലേക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നമ്മെ എല്ലാവരെയും എത്തിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം അല്ലാഹു തആല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫിന്റെ തൊട്ട് ചാരയാണ് നാം എല്ലാവരും ഇപ്പോഴുള്ളത്. ഒന്ന് കൈനീട്ടി പിടിച്ചാൽ റമളാനിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇന്ന് ശഅബാൻ 28 നാളെ ശനിയാഴ്ച ശഅബാൻ 29. നാളെ സൂര്യാസ്തമയത്തിന്റെ ശേഷം മാസപ്പിറവി കാണാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അങ്ങനെ നാളെ മഗ്‌രിബിന്റെ ശേഷം എങ്ങാനും മാസപ്പിറവി ദൃശ്യമായാൽ നാളെ മഗ്‌രിബോടുകൂടി നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും നമ്മെ എല്ലാവരെയും റമളാനിലേക്ക് എത്തിച്ചു തരട്ടെ. ഈ പരിശുദ്ധ റമളാനിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലെ ഒന്നാമത്തെ കാര്യം എന്നാൽ, പരിശുദ്ധ റമളാൻ മാസം എന്നാൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മുടെ ഈമാനിനെ അളക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ അതാ അലൽ മുസ്ലിമീന ശഹ്റുൻ ഖൈറുൻ മിന റമളാൻ. റമളാൻ മാസത്തെക്കാളും ഖൈറായ മറ്റൊരു മാസം മുസ്ലിമീങ്ങൾക്ക് ഒരു വർഷത്തിൽ വേറെ ഇല്ല. വലാ അതാ അലൽ മുനാഫിഖീന ശഹ്റുൻ ശർറുൻ മിന റമളാൻ. ഈമാൻ കുറഞ്ഞ നിഫാഖ് കലർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റമളാനിനേക്കാൾ പ്രയാസകരമായ മറ്റൊരു മാസം വേറെ വരാനില്ല. അപ്പൊ റമളാൻ മാസം ഒരാൾക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട് എങ്കിൽ, റമളാനിന്റെ കടന്നുവരവ് ഒരു മനുഷ്യന് ആനന്ദവും ആത്മീയമായ അനുഭൂതിയും നൽകുന്നുണ്ട് എങ്കിൽ, ആ മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും, റമളാനിന്റെ വരവ് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഈമാനിലേക്ക് നിഫാഖ് കലർന്നിട്ടുണ്ട്, അവന്റെ ഈമാൻ പൂർണ്ണമല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്കൊക്കെ കഴിയുന്ന ഈ റമളാൻ അടുത്ത് വരാന്നുള്ളത് നമ്മുടെ ഈമാനിനെ അളക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉപ്പമാരോട്, സ്നേഹമുള്ള സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട് എല്ലാവരോടും ഞാനൊരു കാര്യം പറയുകയാണ്. എല്ലാവരും നമ്മുടെ ശരീരത്തോടൊന്ന് ചോദിച്ചു നോക്കണം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ നാളെ മഗ്‌രിബിന്റെ ശേഷം റമളാൻ നമ്മിലേക്ക് വരികയാണ് എന്ന് ഏകദേശം ഒക്കെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഈ റമളാനിന്റെ വരവിനെ കുറിച്ച് ഓർത്ത് വല്ല സന്തോഷവും നമ്മുടെ മനസ്സിലുണ്ടോന്ന് നമ്മുടെ സ്വന്തം ശരീരത്തോടെ നമ്മളൊന്ന് ചോദിക്കണം. കാത്തിരുന്ന ഒരു അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു താല്പര്യം ആ നമ്മുടെ മനസ്സിലുണ്ടോ ഇല്ലേ എന്ന് സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കണം. പരിശുദ്ധ റമളാനിലേക്ക് ഞാനൊന്ന് കാലെടുത്ത് വെച്ചെങ്കിൽ എന്നാ വലിയ പ്രതീക്ഷയിലാണോ നമ്മളുള്ളത് എന്ന് സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കണം. അങ്ങനെ ഒരു വലിയ താല്പര്യവും റമളാനിനെ സ്വീകരിക്കാനുള്ള വലിയ ഒരുക്കവും വലിയ സന്തോഷവും ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ട്. പരിശുദ്ധ റമളാൻ കൊണ്ട് സന്തോഷിക്കുന്ന ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതല്ല, സ്വന്തം ശരീരത്തോട് ചോദിക്കണം. ഈ സമയത്ത് ചില ആളുകളുടെ മനസ്സിലുള്ള ഒരു മാനസികമായ അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പൊ നാളെ അല്ലെ മറ്റന്നാൾ റമളാൻ ആകുകയാണല്ലോ. ഇപ്പൊ റമളാനൊക്കെ വന്ന് ചാടി, ഇപ്പൊ എന്താ കാട്ടുക? ഇനിയിപ്പൊ എല്ലാരും കാട്ടുന്ന മാതിരൊക്കെ കാട്ടുതന്നെ. ഇനിയിപ്പോ അല്ലാപ്പ അമ്മക്കായിട്ട് വേറൊരു മാർഗമൊന്നുമില്ലല്ലോ. അതായത് റമളാനിലേക്ക് എത്തിപ്പെടുന്നു എന്ന ഒരു വേദന,
എന്ന ഒരു ദുഃഖം, അതെന്തോ ഒരു പ്രയാസമായിട്ട് ഒരു ഭാരമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥ, അതിലൊരിക്കലും സന്തോഷിക്കാൻ ഈ മനുഷ്യന്റെ മനസ്സിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമല്ല. അയാളുടെ ഈമാനിലേക്ക് നിഫാഖ് കലർന്നിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം. അള്ളാഹു അത്തരം ആളുകളെ തൊട്ട് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. എന്റെ ഈമാനിലേക്ക് നിഫാഖ് കലർന്നാളല്ല പ്രശ്നം. എന്താ കാര്യങ്ങൾ? പരിശുദ്ധ റമദാനിൽ ഈമാനുള്ളവർക്ക് നൽകപ്പെടുന്ന സമ്മാനങ്ങളൊന്നും അത്തരം ആൾക്കാർക്ക് കിട്ടൂല. നാവോല് തറാവീഹ് നിസ്കരിക്കാൻ വരുന്നുണ്ടാകും, വിത്ർ നിസ്കരിക്കുന്നുണ്ടാകും, നോമ്പോല് നോൽക്കുന്നുണ്ടാകും, അത്താഴത്തിന് എണീറ്റ് പോലെ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാകും, പരിശുദ്ധ ഖുർആനും പാരായണം ചെയ്യുന്നുണ്ടാകും. അതൊക്കെ ഓല് ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് ചെയ്താലും അള്ളാഹുവിന്റെ സമീപത്തിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? റമദാനിന്റെ വരവ് കൊണ്ട് സന്തോഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഓല് റമദാനിനെ എടങ്ങേറായി കൊണ്ട് റമദാനിനെ സ്വീകരിച്ച ആൾക്കാരാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒരിക്കലും അത് പാടില്ല. നല്ല തുറന്ന കൽബോടുകൂടി, നല്ല സന്തോഷത്തോടുകൂടി, നല്ല ആദരവോടുകൂടി റമദാനിനെ നമ്മൾ സ്വീകരിക്കണം. അപ്പോഴാണ് റമദാനിൽ നമുക്ക് നൽകപ്പെടുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയുക. അല്ലാതെ നമ്മൾ റമദാനിലുള്ള അമലുകളൊക്കെ നമ്മൾ ചെയ്താലും റമദാനിൽ നൽകപ്പെടുന്ന പ്രത്യേകമായ സമ്മാനങ്ങളുണ്ടല്ലോ, അത് നമുക്ക് നൽകപ്പെടുകയില്ല. റമദാനിൽ ചില സമ്മാനങ്ങൾ, സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലാഹു തആല അടിമകൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? മഹാനായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, സ്വഹാബ സുബ്ഹാനല്ലാഹ് മാദാ തസ്തഖ്ബിലൂൻ, എന്തൊന്നിനെയാണ് നിങ്ങൾ നേരിടാൻ പോണത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. എന്തിനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോണത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല. ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉടനെ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നബി എന്തേ പ്രത്യേകമായ വഹി വല്ലതും വന്നോ? അതല്ല വല്ല ശത്രുക്കളെയും ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ടോ? ഉടനെ മുത്തുനബി തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ റമദാനിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. റമദാനിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഇന്നല്ലാഹ അസ്സ വജല്ല യഗ്ഫിറു ഫീ അവ്വലി ലൈലത്തി മിൻ റമദാൻ ലിഅഹ്ലി ഹാദിഹിൽ ഖിബ്ല. റമദാന്റെ ഏറ്റവും വലിയൊരു സമ്മാനം തരങ്ങൾ റമദാനിലെ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഈ ഖിബ്ലയുടെ അഹ്ലുകാർക്ക്, അതായത് കഅബയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, അഥവാ മുസ്ലിമീങ്ങളാണല്ലോ കഅബയെ ഖിബ്ലയാക്കി കൊണ്ട് നടക്കുന്നവർ, കഅബയെ ഖിബ്ലയാക്കി കൊണ്ടുകൊടുക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും റമദാനിലെ ആദ്യത്തെ രാത്രി തന്നെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്താ കാര്യങ്ങള്? നമ്മളെ ഈമാനും സന്തോഷത്തോടു കൂടി റമദാനെ സ്വീകരിക്കാൻ കഴിയണം. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അമ്മൽ മുനാഫിഖ്, നബി ഈമാനിൽ നിഫാഖ് കലർന്ന ആളുകൾ ഉണ്ടാകും, നല്ല സന്തോഷത്തോടെ റമദാനെ സ്വീകരിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാകും, അവർക്ക് ഈ റമദാനിൽ ആദ്യത്തെ രാത്രി അല്ലാഹു പുറത്തു കൊടുക്കുമോ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, റമദാനിൽ നൽകപ്പെടുന്ന ഒരു സന്തോഷങ്ങളും അല്ലാഹു അവർക്ക് നൽകുകയില്ല. മോമിനീങ്ങളെ, നമ്മളെ ഈമാൻ അളക്കാൻ പറ്റുന്ന സമയമാണ്. ഒറ്റക്കുത്തന്നിട്ട് ശരീരത്തോടൊന്നും ചോദിച്ചു നോക്കി, റബ്ബേ ഞാനിപ്പോ റമദാനിന്റെ വരവ് കൊണ്ട് എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു നോക്കി. ഇല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കണം. നമ്മൾ അള്ളഹാനോട് പറയണം, റബ്ബേ റമദാൻ നാളെയാണെന്ന് അറിഞ്ഞിട്ടും എന്റെ മനസ്സിലൊരു വലിയ സന്തോഷമൊന്നും വന്നിട്ടില്ല. അതൊരു സാധാരണ പോക്ക്, അങ്ങനെ പോണുള്ളൂ. ഞാനൊരു മാനസികമായിട്ട് അതിനെ സ്വീകരിക്കാൻ, ഒരു കാത്തിരുന്ന അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു താല്പര്യമൊന്നും എന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. റബ്ബേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് പഠിച്ചവനോട് പറയാ. അപ്പൊ പഠിച്ചോണ്ട് അത് ഉണ്ടാക്കി. കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത് മോമിനീങ്ങളെ, പരിശുദ്ധ റമദാനിലെ ഏറ്റവും മഹത്തായ ഒരു രാത്രി എന്ന് പറയുന്നത് റമദാനിലെ ആദ്യത്തെ രാത്രിയാണ്. നമ്മളിൽ പല ആളുകളും അവഗണിക്കുന്ന ഒരു രാത്രി കൂടിയാണ് റമദാനിലെ ആദ്യത്തെ രാത്രി. നിങ്ങളെ തറാവി നടക്കുന്ന എല്ലാ പള്ളികളിലും നോക്കിക്കൊണ്ടിട്ടോ, നാളെ മാസം കണ്ടാൽ നാളെ തറാവി നിസ്കരിക്കാൻ ഓരോ പള്ളിയിലും എത്ര ആൾക്കാരാണോ ഉണ്ടാകുക, അതിന്റെ നേരെ ഇരട്ടി ആളുകൾ മറ്റന്നാത്തെ തറാവി കണ്ടു. എല്ലാ പള്ളികളും നോക്കിക്കൊണ്ട്, തറാവി നടക്കുന്ന എല്ലാ സ്ഥലത്തും നോക്കിക്കൊണ്ട്, ആദ്യത്തെ രാവിലെ തറാവിന്റെ ഇരട്ടി എന്നുണ്ടാവും രണ്ടാമത്തെ തറാവി മുതലുണ്ടാവും. അതിന്റെ കാരണം എന്താ പറയുക? നാളെ മഗ്‌രിബ് കഴിഞ്ഞാൽ ചിലവര് പാണ്ടിക്കാട്, അങ്ങാടി, ചിലവര് മഞ്ചേരി, ചിലവര് മേലാറ്റൂർ, പല ആവശ്യത്തിലൊക്കെ കാരണം
അപ്പൊ അങ്ങനെ അതിന്റെ ഇടയിൽ ഒരു 7 മണി 8 മണിയായപ്പോ മാസം കണ്ടു എന്നറിഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാ മാസം കണ്ടിക്കണ സന്തോഷിക്കണേ. അപ്പൊ അത്താഴത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെരേക്ക് ഇങ്ങനെ വരും. അന്ന് വന്ന് ഇശാ നിസ്കരിച്ച് കണ്ട് മെല്ലെ ഇങ്ങനെ കടക്കും. അന്ന് തറാവീഹ് വിത്റും ഉണ്ടോ? ഇല്ല. റമളാനിൽ ആദ്യത്തെ രാത്രിയിൽ ഖുർആൻ പാരായണം തുടങ്ങിയോ? ഇല്ല. എന്നിട്ടോ അന്ന് അത്താഴത്തിൽ വീശി അന്ന് സജീവായി. പിന്നെ സുബൈക്ക് ജമാഅത്തിന്റെ പള്ളിയിൽ വന്നു. ഇവിടെ വന്നപ്പോ തഹജ്ജുദ് നിസ്കരിച്ചിക്കണ്. പിന്നെ സുബൈന്റെ ശേഷം ഖുർആൻ ഓത്ത് തുടങ്ങിക്കണ്. ആ ഒന്നാമത്തെ പകല് മുതൽ വളരെ ആക്റ്റീവ്. പക്ഷെ എന്ത് നഷ്ടപ്പെട്ടു പോകും? ഒന്നാമത്തെ രാവ് നഷ്ടപ്പെട്ടു. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാനിലെ ഒന്നാമത്തെ രാവ് ഈ ലൈലത്തുൽ ഖദ്റോളം പരിഗണിക്കപ്പെടുന്ന രാത്രിയാണ്. കാരണം എന്താ പറയുക, ആ ഒന്നാമത്തെ രാത്രിയിലാണ് അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം തന്റെ അടിമകളെ നോക്കുക. ആ നോട്ടം കിട്ടിയ മനുഷ്യനാണെങ്കിൽ പിന്നെ ഒരു കാലത്തും അല്ലാഹു തആല ഓലെ ശിക്ഷിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. പരിശുദ്ധ റമളാനിൽ ആദ്യത്തെ രാത്രി അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയ അടിമക്ക് പിന്നെ അയാൾ ഒരു കാലത്ത് നരകത്തിൽ കടക്കേണ്ടി വരൂല. ചെറിയ രാത്രി ഒന്നല്ല റമളാനിലെ ആദ്യത്തെ രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നാളെ മഗ്‌രിബാകുമ്പോൾ തന്നെ നിങ്ങളൊക്കെ റമളാനെ പ്രതീക്ഷിച്ചിരിക്കണം. മാസം കണ്ടാൽ തറാവീഹ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് അഥവാ നാളെ മാസം കണ്ട് നാളെ തറാവീഹ് ഉണ്ടെങ്കിൽ എല്ലാവരും തറാവീഹിന് കൂടണം, ജമാഅത്തിന് പങ്കെടുക്കണം, അന്ന് വിത്ർ നിസ്കരിക്കണം. ആ രാത്രിയിൽ തന്നെ ഖുർആൻ ഓതി ആ രാവിലെ ഏതൊക്കെ വിധത്തിൽ ധന്യമാക്കാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ നമ്മൾ റമളാനിൽ ആദ്യത്തെ രാത്രിയെ നമ്മൾ സജീവമാക്കുക വേണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുപോലെ റമളാനിൽ രണ്ടാമത്തെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ തഖ്വയെ പരീക്ഷിക്കുന്ന ഒരു മാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ചെറുപ്പക്കാരോടും ഓരോ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, റമളാനിൽ ഒരു മനുഷ്യന് അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് കൊല്ലത്തിൽ ബാക്കിയുള്ള ഒരു സമയത്തും അല്ലാഹുവിനെ സൂക്ഷിക്കാൻ കഴിയൂല. കാരണം റമളാൻ എന്ന് പറയുന്നത് ഇത്രയും മഹത്തായ മാസമാണ്. ആ മാസത്തിൽ ഒരാളെ ഹറാം ചെയ്താൽ, റമളാനിൽ ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, റമളാനിൽ ഒരാൾ മദ്യപിച്ചു, റമളാനിൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു, റമളാനിൽ ഒരാൾ സിനിമക്ക് പോയി, റമളാൻ മാസത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ പിന്നെ ഈ മനുഷ്യന് റമളാൻ അല്ലാത്ത ഏത് സമയത്താണ് അയാൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക? അതുകൊണ്ട് നമ്മളെ തഖ്വയെ ഒന്ന് അളക്കേണ്ട ഒരു സമയമാണ് റമളാൻ എന്ന് പറയുന്നത്. അല്ലാത്ത മാസങ്ങളിൽ ചെയ്തതുപോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ റമളാനിനെ നമ്മൾ കാണാൻ പാടില്ല. എന്താ കാര്യം എന്നറിയാങ്ങൾ, മഹാനായ അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന നോക്കാണ് നിങ്ങൾ, ലൻ തഖ്സാ ഹാദിഹിൽ ഉമ്മത്തു ഇന്ന ഉമ്മത്തി ലൻ തഖ്സാ, എന്റെ ഉമ്മത്തുണ്ടല്ലോ അവർ പരാജയപ്പെട്ടു പോവുകയില്ല. മാ അഖാമു സിയാമ റമളാൻ. ഇമാം ബൈഹഖി റളിയല്ലാഹു റിവായത്ത് ചെയ്ത ഹദീസാണിത്. പരിശുദ്ധ റമളാനിനെ പരിഗണിക്കേണ്ട വിധത്തിൽ പരിഗണിക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്ത് പരാജയപ്പെടുകയില്ല. ഈ സമുദായമായി നമ്മൾ ഇന്ന് എന്തെല്ലാം പരീക്ഷണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വഖഫ് ബില്ല് ഇവിടെ കേന്ദ്രം പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും നമുക്ക് തകർച്ചയാണല്ലോ. നമുക്കൊരു വിജയമുണ്ട്, ഉയർച്ചയുണ്ട്, സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്ന വല്ല അന്തരീക്ഷവും മുഅ്മിനീങ്ങളെ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, റമളാൻ മാസത്തെ കൃത്യമായി എന്റെ സമുദായം പരിഗണിക്കുന്ന സമയത്തോളം അവർക്ക് പരാജയം ഉണ്ടാവില്ല. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമാ ഖസിയും ഫി റമളാൻ, നബിയെ റമളാനിൽ ഉമ്മത്തിന് വരുന്ന വീഴ്ച എന്താണ്, അതൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് മുത്തനബി തങ്ങൾ പറഞ്ഞത്, ഇന്തിഹാകുൽ മഹാരിമി ഫീ, റമളാൻ മാസത്തിൽ ഒരാളെ ഹറാമായ കാര്യങ്ങളെ വില കുറച്ച് കാണലാണ്. അങ്ങനെ ഒരു മനുഷ്യൻ കണ്ടാൽ അതിനേക്കാൾ വലിയ പരാജയം വേറെ ഇല്ല. റമളാൻ മാസം വന്നപ്പോഴും ഓനക്ക് സിനിമ കാണുന്നതിന് ഒരു പ്രയാസം ഉണ്ടായിക്കണോ? ഇല്ല. ഓനക്ക് ഒഴിവുള്ള സമയത്തൊക്കെ റമളാനിൽ സിനിമ കണ്ടിട്ടുണ്ട്. റമളാൻ വന്നപ്പോഴും അതിന്റെ അടിയിൽ തുണക്കാനൊക്കെ ഒന്ന് കൂടിയപ്പോ ഓനക്ക് മദ്യപാനത്ത് മാറി നിൽക്കാൻ പറ്റില്ല. ഓ റമളാനിൽ 1-2 ദിവസമൊക്കെ മദ്യപിച്ചിട്ടുണ്ട്. റമളാനിലും വ്യഭിചരിച്ച മനുഷ്യനാണോ? റമളാനിലും ഹറാം ചെയ്ത മനുഷ്യനാണോ? ആ മനുഷ്യൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകൾ കാരണം ഈ ഉമ്മത്ത് പോലും വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നതാ. എന്നിട്ട് ശേഷം മുത്തനബി തങ്ങൾ പറഞ്ഞു, നോക്കിക്കൊള്ളിട്ടോ, ഈ വാക്ക് വളരെ ഗൗരവമാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഫമൻ അമില ഫീഹി സിനൻ, ഒരാൾ റമളാനിൽ വ്യഭിചാരം ചെയ്താൽ,
അല്ലെങ്കിൽ ഒരാള് റമളാനിൽ മദ്യപിച്ചാൽ, അല്ലെങ്കിൽ റമളാനിൽ മറ്റു ഹറാമായ കാര്യങ്ങൾ ചെയ്താൽ ലഅനഹുല്ലാഹ്, ആ മനുഷ്യനെ അല്ലാഹു തആല വല്ലാതെ ശപിക്കുന്നതാണ്. അല്ലാഹ് മാത്രമല്ല, വമൻ ഫിസ് സമാവാതി, ആകാശത്തിലുള്ള എല്ലാ മലക്കുകളും അവനെ ശപിക്കുന്നതാണ്. ഏതുവരെ ശപിക്കുമെന്നോ? ഇലാ മിസ്ലിഹി മിനൽ ഹൗലി, അടുത്ത കൊല്ലത്തെ റമളാൻ വരെ അവനെ എല്ലാവരും ശപിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു റമളാനിൽ ഒരു മനുഷ്യനെ ഹറാം ചെയ്താല് അടുത്ത റമളാൻ വരെ അവരെ മലക്കുകളെ ശപിക്കുന്ന. അതുകൊണ്ട് അടുത്ത റമളാൻ എത്തുന്നതിന് മുമ്പേ മനുഷ്യനെങ്ങാനും മരിച്ചു പോയാൽ അള്ളാന്റെ സമീപത്തെ മനുഷ്യന് രക്ഷപ്പെടുകയില്ല. കാരണം അവനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു നന്മയും അവന്റെ കയ്യിലില്ല. മുഅ്മിനീങ്ങളെ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു റമളാൻ മാസത്തിൽ ഒരാളെ ഹറാമുകൾ ചെയ്താലേ ആ മനുഷ്യന് അടുത്ത റമളാൻ വരെ ഓനെ മലക്കുകളും അല്ലാഹും ശപിച്ചുകൊണ്ടിരിക്കുന്ന. അതിന്റെ ഇടയിൽ ഈ മനുഷ്യൻ മരിച്ചു പോയാൽ ഈ മനുഷ്യനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു നന്മയും ഓന്റെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് റമളാൻ നമ്മളെ ഈമാനെ നമ്മൾ പരീക്ഷിക്കേണ്ട സമയമാണ്. തഖ്വയെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട, മാറ്റുകൂട്ടേണ്ട സമയമാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, റമളാനിലെ ഒരൊറ്റ തറാവീഹ് നഷ്ടപ്പെടരുത്, ഒരൊറ്റ ദിവസത്തെ വിദ്റും നഷ്ടപ്പെടരുത്. 1 3 ഖത്മുകൾ തീരാത്ത റമളാൻ നമുക്കുണ്ടാകാൻ പാടില്ല. ഫർള് നോമ്പിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ പരിശീലനം നേടേണ്ടതാണ്. യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ അതിൽ ചെയ്യാൻ പാടില്ല. പുരുഷന്മാരൊക്കെ പരമാവധി നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് തന്നെ പള്ളിയിൽ വെച്ച് നിർവഹിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാനൊന്ന് ഉണർത്തട്ടെ. 4-5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് കൊറോണ കയറി വന്നപ്പോ നമ്മളെല്ലാവരും പള്ളി വിട്ട് വീട്ടിലേക്ക് ചേക്കേറുകയാണ്. 2 റമളാനിലെ നിസ്കാരങ്ങളും തറാവിയും നമുക്ക് നഷ്ടപ്പെട്ടപ്പോ റമളാനിലെ തറാവിയോടുള്ള ആദരവ് നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെടുകയാണ്. പള്ളിയോടുള്ള ബഹുമാനം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതിന്റെ ശേഷം ഇന്ന് വരെ പലരും തറാവിക്ക് പള്ളിയിലേക്ക് വന്നിട്ടില്ല. കൊറോണക്ക് ജുമാ നഷ്ടപ്പെട്ടിട്ട് അതിന്റെ ശേഷം ഇന്ന് വരെ ജുമാക്ക് പോകാത്ത മുസ്ലിമീങ്ങളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. എന്താ കാര്യം എന്നറിയാങ്ങൾ? അതൊന്നും ഒരു വലിയ വിഷയമല്ല എന്ന് മനസ്സിൽ തോന്നലുണ്ടായി. കൊറോണ സമയത്ത് പള്ളി വിട്ടിറങ്ങിയവരെ നമുക്ക് മാലാകമാരെ പോലെ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സമയമാണ് റമളാൻ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും പരിശുദ്ധ റമളാനിൽ ഒന്ന് സജീവമാകണമല്ലോ. നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും ഖുർആനും ഒക്കെയായി റമളാനിൽ നമ്മൾ നല്ലതുപോലെ ആദരിക്കുമ്പോ അല്ലാഹു തആല ഇന്നല്ലാഹു യുബാഹി ബിശ്ശാബി അൽ അബ്ദി അൽ മലായിക, നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ അല്ലാഹു തആല മലക്കുകളോട് അഭിമാനം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. വയസ്സായ ആൾക്കാരെ കാണുമ്പോഴല്ല, നല്ല ചെറുപ്പക്കാർ ഇബാദത്ത് ചെയ്ത് റമളാനിനൊക്കെ സ്വീകരിക്കുന്നത് കാണുമ്പോ ആ മനുഷ്യനെ ചൂണ്ടിട്ട് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുന്ന. മലക്കുകളെ നിങ്ങൾ നോക്കൂ, എന്റെ അടിമയാണിത്, എനിക്ക് വേണ്ടി അവന്റെ വികാരങ്ങളെ അവന് നിറം മാറ്റി വെച്ചവനാണ്. ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടല്ലോ. അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് മാത്രമല്ല, ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അല്ലാഹു പറയും, ചെറുപ്പക്കാരാ അൻത അബ്ദീ കബഅലി നീ എന്റെ അടിമയാണ്, നീ എനിക്ക് എന്റെ മലക്കുകളെ പോലെ തന്നെയാണ്. മനുഷ്യനായി പള്ളിയിലേക്ക് വന്നാൽ മലക്കുകളെ പോലെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന സമയം കൂടിയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ റമളാൻ എന്ന് പറയുന്നത്. നാളെ നമ്മിലേക്ക് മിക്കവാറും റമളാൻ കടന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നല്ലതുപോലെ നല്ല തുറന്ന ഖൽബോടുകൂടി ഈ റമളാനിനെ നമ്മൾ സ്വീകരിക്കണം. ധാരാളം ഇബാദത്തുകൾ ചെയ്യണം. റമളാനിൽ നൽകപ്പെടുന്ന എല്ലാ സമ്മാനങ്ങളും നമുക്ക് കിട്ടണം. അതിനെ പറ്റിയൊരു ഖൽബോടുകൂടി റമളാനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങി തയ്യാറാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു ആരോഗ്യത്തോടെ നമ്മൾ റമളാനിലേക്ക് എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, വളരെ